പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ലേസ് അറ്റാച്ച് ചെയ്തിട്ടുള്ള ഒരു നെക്ക് ഡിസൈനാണ് ഞാൻ ചെയ്ത് കാണിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഈ ലേസാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇതുപോലുള്ളൊരു പേപ്പർ ക്യാൻവാസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിന് 31 ഇഞ്ച് ലെങ്ത്ത് വരുന്നുണ്ട്. അതുപോലെ ഇതിൻ്റെ 1.5 ഇഞ്ചാണ് വിഡ്ത്ത് എടുത്തിട്ടുള്ളത്. പിന്നെ ഈ പേപ്പർ ക്യാൻവാസിൻ്റെ അതേ ലെങ്ത്തിൽ നമ്മളൊരു ക്ലോത്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ വിഡ്ത്ത് വരുന്നത് 2.5 ഇഞ്ചസാണ്. അപ്പോൾ നമ്മൾ ഈ ക്ലോത്തിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ഈ പേപ്പർ ക്യാൻവാസ് ഇതുപോലെ വെച്ചിട്ട് നന്നായിട്ടൊന്ന് അയൺ ചെയ്തിട്ട് ഒട്ടിച്ചെടുക്കണം. രണ്ട് സൈഡിലും അരയിഞ്ച് നമ്മൾ ഗ്യാപ്പും വിട്ടിട്ടുണ്ട്. ഇനി ഇതായി ക്ലോത്ത് ഇതുപോലെ തിരിച്ച് വെച്ചിട്ട് നമ്മളെ കയ്യിലുള്ള ലേസ് ഇതുപോലെ വെച്ചിട്ട് ഒന്ന് അതിൻ്റെ സൈഡിലേക്ക് കൂടി ഞാൻ കാണിക്കുന്ന ഈ മാർക്കിങ്ങിൽ കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇപ്പോൾ ഇതാ ഞാനത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതായത് ഇതുപോലെ ഉള്ളിലേക്ക് മടക്കി വെച്ചിട്ട് അപ്പോൾ ഇത് ഉള്ളിലേക്ക് ഇങ്ങനെ മടക്കുമ്പോൾ ഈ ലേസ് ഇങ്ങനെ നിൽക്കും. അപ്പം ഇങ്ങനെ വെച്ചിട്ട് ഒരു ടോപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ആ ലേസ് നല്ല ഭംഗിയായിട്ട് അവിടെ നിൽക്കും. അപ്പോൾ ഞാൻ അതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്, കണ്ടില്ലേ? അതുപോലെ ആ ക്ലോത്തിൻ്റെ അപ്പുറത്തെ സൈഡ് ഒന്ന് മടക്കി അടിക്കണം. അതിന് ശേഷം നമുക്ക് ഇതുപോലെ ഒന്ന് ഇത് മടക്കിയെടുക്കുക. ഇതുപോലെ മടക്കിയിട്ട് ആ ജോയിൻ്റെല്ലാം ഒന്ന് കറക്റ്റാക്കി വെച്ചതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് അയൺ ചെയ്തെടുക്കാം. ഇനി നമ്മൾ റെഡിയാക്കി വെച്ച ആ പീസ് കുർത്തിയുടെ ഫ്രണ്ട് പോർഷനിൽ അറ്റാച്ച് ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഫ്രണ്ട് പോർഷൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം നെക്കിൻ്റെ ഇറക്കം ഞാൻ 6.5 ഇഞ്ചാണ് എനിക്ക് വേണ്ടത്. അപ്പം ഇവിടെ നമ്മൾ 6.5 ഇഞ്ചിന് തൊട്ട് മുകളിൽ വരെ നമ്മളിത് അറ്റാച്ച് ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ 5.5 ഇഞ്ചിലൊരു മാർക്കിങ് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ കുർത്തിയുടെ സെൻറ്റർ ഞാനൊന്ന് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഞാൻ കൊടുത്ത മാർക്കിങ്ങിൽ ഈ പീസ് ഇതുപോലെ വെച്ചിട്ട് ഈ കാണിക്കുന്ന മാർക്കിങ്ങിൽ കൂടി നമുക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. സൈഡ് ജോയിൻ ചെയ്തതിന് ശേഷം നമുക്കിതിൻ്റെ സെൻറ്ററിൽ കൂടി ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. അത് ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി ഈ തുണിയിലുള്ള ഫ്ലവേഴ്സ് ഇല്ലേ, അതുപോലത്തെ ഡിസൈനുള്ള ലേസ് എൻ്റെ അടുത്തുണ്ട്. അപ്പോൾ ഈ ലേസിൻ്റെ സെൻറ്ററിൽ ഇതുപോലെ സ്റ്റോൺസ് ഒക്കെ ഉണ്ട്. അതുകൊണ്ട് അത് സ്റ്റിച്ച് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഞാനത് ഇതുപോലത്തെ ഗമ്മ് യൂസ് ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ലേസ് ഒട്ടിക്കുന്ന സ്ഥലത്ത് ഷോ ബട്ടണോ എന്തെങ്കിലും വെച്ച് കൊടുക്കാൻ പറ്റും. ഞാൻ ഈ 6000 എന്ന് പറയുന്ന ഗമ്മാണ് യൂസ് ചെയ്യുന്നത്. ഇത് ഒട്ടിച്ചു കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റിനുള്ളിൽ തന്നെ നന്നായിട്ട് ഒട്ടിപ്പിടിച്ചോളും. അപ്പോൾ അത് ലേസും കൂടി ഞാൻ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സാധാരണ പോലെ തന്നെ നെക്ക് ചെയ്തെടുക്കണം. അപ്പോൾ അതിനുവേണ്ടി ഇതുപോലെ പേപ്പർ ക്യാൻവാസ് എടുത്തിട്ട് രണ്ടായി മടക്കി അതിൻ്റെ മേലെ ജസ്റ്റ് ഒരു മാർജിൻ കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നെക്ക് വിഡ്ത്ത് ഞാൻ 3.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. താഴത്തോട്ടേക്ക് നെക്ക് ഡെപ്ത്ത് 6.5 ഇഞ്ചും മാർക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അത് രണ്ടും കൂടി നമുക്ക് ഒരു ബോക്സ് പോലെ വരച്ചെടുക്കാം. ഈ ക്യാൻവാസ് വെച്ചിട്ട് നെക്ക് ചെയ്യുന്ന ഞാൻ കുറേ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഓൾറെഡി. ഞാനിതിൽ യു നെക്കാണ് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ അതുപോലെ യു ഷേപ്പിൽ ഒന്ന് വരച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ആ യു ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി ആ കട്ട് ചെയ്തെടുത്ത യു ഇതുപോലെ ഒരു ക്ലോത്തിൻ്റെ ബാക്ക് സൈഡിൽ സെൻട്രലായിട്ട് നമുക്ക് നന്നായിട്ട് അയൺ ചെയ്തിട്ട് ഒട്ടിച്ചെടുക്കാം. എന്നിട്ട് ബാലൻസ് വരുന്ന ക്ലോത്ത് 1 ഇഞ്ച് ബാക്കി വെച്ചിട്ട് ബാക്കിയെല്ലാം ഇതുപോലെ കട്ട് ചെയ്ത് കളയാം. എന്നിട്ട് ആ സൈഡിലത്തെ ക്ലോത്ത് നമുക്ക് ഒന്ന് ഇതുപോലെ ഗമ്മ് വെച്ചിട്ട് ഒട്ടിച്ചെടുക്കാം.
അപ്പോൾ ഞാനത് ഫുള്ളായിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ നല്ല വശത്ത് ആ യു ഷേപ്പ് നമുക്ക് ഉള്ളിൽ വെച്ചില്ലേ, ആ ഷേപ്പ് കാണുമല്ലോ, അതിൽ കൂടി ഇതാ ഈ ലേസ് ഇതുപോലെ വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതാ ഞാനത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്, കണ്ടില്ലേ. ഇനി ഇത് നമ്മൾ സാധാരണ നെക്ക് സ്റ്റിച്ച് ചെയ്യുന്ന പോലെ ഇതുപോലെ വെച്ചിട്ട് ഒന്ന് പിൻ ചെയ്തെടുക്കുക. എന്നിട്ട് സൈഡിലേക്കൂടെ ഞാൻ കാണിക്കുന്ന മാർക്കിങ്ങിലേക്കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ അതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് കട്ട് ചെയ്യാം. അതിനുശേഷം ഇതുപോലെ ചെറിയ ചെറിയ കട്ട് കൊടുക്കുക. അത് തിരിച്ചിടാൻ എളുപ്പത്തിന് വേണ്ടിയാണ് നമ്മൾ ഇതുപോലെ കട്ട് കൊടുക്കുന്നത്. നമ്മൾ കൊടുത്ത സ്റ്റിച്ചിലൊന്നും തട്ടാതെ വേണം കട്ട് ചെയ്യാൻ. അതിനുശേഷം നമുക്കിതൊന്ന് തിരിച്ചിടാം. അപ്പോൾ ഇതാ നമ്മൾ തിരിച്ചിടുമ്പോൾ ഈ ലേസ് ഇങ്ങനെ അറ്റാച്ച് ചെയ്തിട്ട് വരും നമുക്ക്. അത് നമുക്ക് ഇതുപോലെ പ്രസ് ചെയ്ത് വെച്ചിട്ട് ഒരു സ്റ്റിച്ച് ടോപ്പ് സ്റ്റിച്ച് കൊടുക്കാം. അല്ലെങ്കിൽ നമുക്ക് വേറൊരു രീതിയിലും കൂടി ഈ ലേസ് ഇതിൽ വരുന്ന രീതിയിൽ വെക്കാം. അത് ഞാൻ കാണിച്ചു തരാം. അതാ ഈ കാണുന്ന പോലെ നമുക്ക് ലേസ് ഫിക്സ് ചെയ്യാൻ പറ്റും. ഇതുപോലെ ലേസ് ഉള്ളിലേക്ക് ഇങ്ങനെ പൊങ്ങി നിൽക്കുന്ന രീതിയിലും വെക്കാം. അപ്പോൾ ഞാൻ ചെയ്യുന്നത് ആദ്യത്തെ രീതിയിലാണ്. ഈ ലേസ് ഇതുപോലെ വെച്ചിട്ട് ഇങ്ങോട്ടേക്ക് പ്രസ് ചെയ്ത് വെച്ചിട്ട് ഒന്ന് അറ്റാച്ച് ചെയ്തെടുക്കാനാണ് പോകുന്നത്. അപ്പോൾ ഇതാ ലേസ് ഞാൻ ഇതുപോലെ വെച്ചിട്ട് ഒന്ന് ടോപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, കണ്ടില്ലേ. അപ്പോൾ നമ്മൾ നെക്ക് ഡിസൈൻ റെഡിയായി. ഈ കുർത്തി ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ എങ്ങനെയാണുള്ളത്, അതിൻ്റെ സ്ലീവ്സിലും അതുപോലെ താഴെ എൻഡിലും ഞാൻ ഈ ലേസ് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.